എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ജീവന്റെ ചെപ്പുകൾ എന്ന ഒന്നാമത്തെ യൂണിറ്റുമായിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് നമ്മൾ സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുക. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ജീവികളെ സൂക്ഷിച്ചു നോക്കേണ്ടത് കൊണ്ട് സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നു എന്ന് ഓർത്താൽ മതി. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ കാണാൻ സാധിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ടൊരു വസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ചാണ് നോക്കുക. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ബാക്ടീരിയ, പാരാമീസിയം, യുഗ്ലീന, വൈറസ് തുടങ്ങിയവ. ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഏകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എന്ന് പറയാറുണ്ട്. അപ്പൊ ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണെങ്കിൽ അതിനെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു എന്ന് അവിടെ ഓർത്തു വെക്കുക. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ബാക്ടീരിയ, പാരാമീസിയം, യുഗ്ലീന തുടങ്ങിയവ. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം. PSC 1 മാർക്ക് ചോദ്യമാണ്. എന്താണ് ചോദിക്കുക? ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അത് കോശമാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ. ബഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിൽ കൂടുതൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ഏതാന്ന് ചോദിച്ചാൽ അത് ബഹുകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. നമ്മൾ മനുഷ്യർ ഉൾപ്പെടുന്ന ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ബഹുകോശ ജീവികളാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങളാണ് പേശീകോശവും നാഡീകോശവും. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളാണ് പേശീകോശം, അതുപോലെ തന്നെ നാഡീകോശം. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണമാണ്. ഓരോ ജീവിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിപ്പമാണ് ഉണ്ടാവുക. ഈ ഒരു വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ വലിയ ജീവികളിൽ കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ചെറിയ ജീവികളിലാവുമ്പോൾ അത് കോശങ്ങളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. കോശത്തിന്റെ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്നത് മർമ്മമാണ്. കോശത്തിന്റെ കേന്ദ്രം മർമ്മം. PSC 1 മാർക്ക് ചോദ്യമായിട്ടൊക്കെ താഴ്ന്ന ലെവൽ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കോശത്തിന്റെ കേന്ദ്രം മർമ്മം. കോശത്തിന്റെ ആവരണത്തിന് നമ്മൾ പറയാ കോശസ്തരം എന്നാണ്. കോശത്തിന്റെ ആവരണത്തിന് നമ്മൾ എന്താ പറയാന്ന് ചോദിച്ചാൽ കോശസ്തരം എന്നാണ് പറയുക. കോശത്തിന്റെ ആവരണം കോശസ്തരം. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പം കോശത്തിനകത്ത് എന്ന് പറയുമ്പോൾ അത് കോശത്ത് തുടങ്ങുന്നു. പിന്നെന്താണ്? ദ്രവപദാർത്ഥമായതുകൊണ്ട് കോശദ്രവ്യം എന്നുള്ളതും കൂടെ അവിടെ ദ്രവ്യ എന്നല്ല, അത് ദ്രവ്യം എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ദ്രവ്യം എന്നുള്ളത് തന്നെ വെച്ചിട്ട് ഓർക്കുക. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ഇനി ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. ജന്തുകോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാല് മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം എന്നിവയാണ്. ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം എന്നിവയാണ്. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം എന്നിവയാണ്. അപ്പൊ സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ഒന്നുകൂടെ പറയാം. മർമ്മം, ഹരിതകം,
കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗം PSCക്ക് വേണേൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കോശഭിത്തി. ജന്തുക്കൾക്ക് ഭിത്തി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു വെക്കുക. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗമാണ് കോശഭിത്തി. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗമാണ് കോശഭിത്തി. സസ്യങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നതാണ് ഹരിതകം. ഹരിതകം പച്ചനിറം നൽകാനൊക്കെ സഹായിക്കും. അപ്പൊ മനുഷ്യനൊന്നും പച്ചനിറം അല്ലെങ്കിൽ ജന്തുക്കൾക്കൊന്നും പച്ചനിറം ഇല്ലാത്തത് കൊണ്ട് സസ്യങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നതാണ് ഹരിതകം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് കോശത്തിന്റെ മർമ്മം. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് കോശമർമ്മം. ഒരു കോശത്തില് ആ കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോശമർമ്മമാണ്. ജന്തുകോശത്തിന്റെ പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ജന്തുകോശത്തിന്റെ പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ വാതകവിനിമയത്തെ നിയന്ത്രിക്കുന്ന പ്രത്യേകതരം കോശമാണ് കാവൽ കോശം. സസ്യങ്ങളിൽ വാതകവിനിമയത്തെ നിയന്ത്രിക്കുന്ന പ്രത്യേകതരം കോശമാണ് കാവൽ കോശം എന്ന് പറയുന്നത്. 20 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. 2-3 ചോദ്യങ്ങളൊക്കെ PSCക്ക് എന്തായാലും നിരന്തരം കണ്ടുവരുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.